ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം പറയുമ്പോഴേ എല്ലാവരും സൈബർ അറ്റാക്കിനൊക്കെ ഇരകളായിട്ടുണ്ടാവും. അപ്പോൾ ജ്യോതിഷി എന്ന നിലയിൽ ഹരിച്ചേട്ടൻ ഒരുപാട് കിട്ടിയിട്ടുണ്ടാവും, തലങ്ങും വിലങ്ങും ഒക്കെ. പലതും ഞാൻ അവിടെ ഇവിടെയൊക്കെ മെൻഷനിങ് ഒക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് കിട്ടാറുണ്ട്. ജ്യോതിഷ വിശ്വാസം ഇല്ലാത്ത ജ്യോതിഷിയാണ്. ഇത് നമ്മളെന്താ പറയുന്നതെന്ന് കേൾക്കാനാണ് പല ആളുകളും പറയുന്നത്. ഞാൻ ജ്യോതിഷത്തെ തട്ടിപ്പിന് ഉപയോഗിക്കില്ലെന്ന് പറയുമ്പം എവിടെ നിന്നോ കുറച്ച് ആളുകൾ ഇവൻ പറയുന്നത് ഇതല്ല എന്ന് പറയുമ്പം ഇത് കേൾക്കുന്നവരെല്ലാം വിശ്വസിക്കുക. റിപ്പീറ്റഡ് സെഷൻ എന്ന് പറഞ്ഞ കാര്യമുണ്ട്. ഈ സൈബർ അറ്റാക്കുകളുടെ ഒരു സംഭവം ഞാൻ ചിന്തിച്ചത്, മോൾ ഓർക്കുന്നുണ്ടോ, പണ്ട് പാലക്കാട് ഒരു ADM, പാലക്കാടല്ല കണ്ണൂര് ഒരു ADM ആത്മഹത്യ ചെയ്തു. പത്തനംതിട്ടയുള്ള ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കണ്ണൂരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു PP ദിവ്യ എന്ന് പറഞ്ഞ സ്ത്രീ വേണ്ടത് ഒരു പ്രശ്നം ഉണ്ടായിട്ട് അങ്ങനെ ആത്മഹത്യ ചെയ്തൊരു സംഭവം ഉണ്ടായി. അതിന്റെ കാരണങ്ങളൊക്കെ ഇപ്പൊ അന്വേഷണം നടക്കുന്നുണ്ട്. കാരണങ്ങൾ എന്തു ആയിക്കോട്ടെ, അത് കണ്ടെത്താനുള്ള കാരണങ്ങളാണ് കോടതിയിൽ കിടക്കുന്ന കേസ്. പക്ഷെ ഞാൻ പറയുന്നതിൽ ഒരു വശം മാത്രമാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഇതിനുശേഷം എപ്പോഴെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ഫോൺ പരിശോധിച്ചെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്തോന്നറിയോ, ഫോൺ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് പറയാണ്. അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചിട്ടില്ലാത്തവർ, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ഹാപ്പി ബർത്ത്ഡേ അയച്ചിട്ടില്ലാത്തവർ, ഒരു ഹാപ്പി ഓണം അയച്ചിട്ടില്ലാത്തവർ, ഹാപ്പി വിഷു അയച്ചിട്ടില്ലാത്തവർ, ഹാപ്പി ക്രിസ്മസോ ഹാപ്പി പെരുന്നാളോ അയച്ചിട്ടില്ലാത്തവർ എല്ലാവരും അദ്ദേഹത്തിനെതിരെ വന്ന ഈ വാർത്തയുടെ ലിങ്ക് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ടാവും. ഇതെന്തുമാത്രം ഒരു മനുഷ്യനെ മെന്റൽ സ്ട്രെസ് ഉണ്ടാകും. ഇത് നമുക്കൊരു വിഷയം ഉണ്ടായാൽ ആ വിഷയം ഉണ്ടാക്കുന്നവരെക്കാൾ നമ്മളെ മാനസികമായി തകർക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഒന്നുകിൽ അവിടെ പോയി നമ്മളെ മെൻഷൻ ചെയ്യുക. പക്ഷെ നമ്മൾ കണ്ടില്ലെങ്കിൽ വാടാ നീ ഇത് കണ്ടോ, നിന്നേതാ തെറി വിളിക്കുന്നുണ്ടാ എന്ന് അതിന്റെ അതുകൊണ്ട് ഇവർക്കുണ്ടാകുന്ന ഒരു മാനസികമായ സുഖം എന്താണെന്ന് എനിക്ക് ഇതേവരെ പിടികിട്ടിയിട്ടില്ല. ഇപ്പം എന്നെ കുറിച്ച് ഒരാളൊരു കുറ്റം പറഞ്ഞു, ഇത് ഞാൻ അറിഞ്ഞെങ്കിലേ ഉള്ളൂ എനിക്ക് പ്രശ്നം, ഇല്ലെങ്കിൽ എനിക്ക് എന്ത് പ്രശ്നമാണ്? എന്നെ ഓർത്ത് എവിടെയെങ്കിലും ഫേസ്ബുക്കിൽ തെറി വിളിച്ചാൽ എന്നെ അവിടോട്ട് പോയി മെൻഷൻ ചെയ്ത് കാണിച്ചില്ലെങ്കിൽ ഞാൻ സമാധാനത്തെ കിടന്ന് ഉറങ്ങത്തില്ലേ? അപ്പൊ ഈ മെൻഷൻ ചെയ്യുന്നവർ ഉദ്ദേശിക്കുന്നത് എന്താ? ഇവൻ സമാധാനത്തെ ഉറങ്ങരുത്, ഇവനൊരു സ്വസ്ഥത കിട്ടരുത്, ഇവൻ എങ്ങനെ സന്തോഷിക്കണ്ട. അവർ സുഹൃത്തുക്കളല്ല. നല്ല ഉദ്ദേശം അല്ലല്ലോ. ഒരു ഉദ്ദേശം നമ്മളോട് സ്നേഹമുള്ളവർ ഇതിൽ നിന്നൊക്കെ നമ്മൾ അകറ്റി നിർത്തുന്നേ. ഇതിനോട് സ്നേഹമുള്ളവർ ഇപ്പൊ ഞാനുള്ള ഒരു ഗ്രൂപ്പിലുള്ള ഒരു ആളെ പറ്റി ഇന്ന് ആരോ എവിടെ ഒരു കമന്റ് ഇട്ടേക്കുന്ന കണ്ടു. എനിക്ക് വേണം എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് ആ ഗ്രൂപ്പിലോട്ടോ അയാൾക്ക് അയച്ചു കൊടുത്തൂടെ? എന്തിനാണ് അത് അയാളെ വിഷമിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്ത് നേട്ടമാണ് കിട്ടുന്നത്? നല്ല സുഹൃത്തുക്കളാണ് നിങ്ങളെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കാനിടയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തുന്നതാണ്. നല്ല സുഹൃത്തുക്കളാണെന്ന് അഭിനയിക്കുന്നവരാണെങ്കിൽ നമ്മളെ ഒരാൾ തെറി വിളിക്കുകയാണെങ്കിൽ അവിടെ കൊണ്ട് നമ്മളെ മെൻഷൻ ചെയ്യും, ഇല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തരും. പണ്ട് അനുശ്വര ഒരു ദിവസം എന്നോട് പറഞ്ഞു, ചേട്ടാ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തെറിവിളി കാര്യങ്ങൾ വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ കുഞ്ഞ് നീ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം ചെയ്യണം, നിനക്ക് ഈ തെറിവിളി ആരെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുവാണെങ്കിൽ എത്ര അടുപ്പമുള്ള ആളാണെങ്കിലും എത്ര രക്തബന്ധമുള്ള ആളാണെങ്കിലും അപ്പോഴേ ബ്ലോക്ക് ചെയ്തേക്കണം. അതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മളെ നന്നാക്കുക